ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമ ഗർഭിണിയാണെന്നുള്ള വാർത്ത അറിഞ്ഞ് ദേഷ്യത്തോടെ അവിടെ നിന്ന് പോയ വസുന്ധരയുടെ ആ പ്രവൃത്തിയിൽ വല്ലാതെ മനസ്സ് വിഷമിക്കുന്ന ശ്യാമയെ അഖിൽ സമാധാനിപ്പിക്കുന്നു. അമ്മ അങ്ങനെയൊക്കെ പെരുമാറിയെങ്കിലും താൻ ആശങ്കപ്പെടേണ്ടതില്ല, തന്റെ ഇതിൽ ഞാനില്ലേ, ഈ അഖിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമയെ സമാധാനിപ്പിക്കുന്നു. അഖിൽ ഈ സമയത്ത് പുറത്തേക്ക് പോയ വസുന്ധരയ്ക്കരികിലേക്ക് എത്തിയ ആനന്ദവർമ്മ വസുന്ധരയുടെ അരികിലെത്തി പറഞ്ഞു, ബസു താൻ ചെയ്ത് എന്തായാലും വലിയ മോശമായ കാര്യമായി. ഇതുവരെയുള്ള സംഭവങ്ങൾ എന്തായെങ്കിലും ശരി, പക്ഷെ ശ്യാമ ഇപ്പോ നമ്മളുടെ അഹിമാന്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പേരക്കുട്ടിയെ സമ്മാനിക്കാൻ പോകുന്നു. ഈ സാഹചര്യത്തിൽ ശ്യാമയോട് മനസ്സിൽ വിരോധവും പകയും വെച്ച് പുലർത്തുന്നത് ശരിയല്ല വസു. അതുകൊണ്ട് തന്നെ താൻ ചെയ്തതും ശരിയല്ല. ഇപ്പോൾ തന്നെ താൻ ചെന്ന് ശ്യാമയെ സമാധാനിപ്പിക്കുക, ശ്യാമയോട് സോറി പറ എന്ന് പറഞ്ഞതും ഉടനെ വസുന്ധര പറഞ്ഞു, അതെ, ഞാൻ അവളോട് സോറി പറയാനോ, ഞാൻ തെറ്റ് ചെയ്തെന്നോ ഒരിക്കലുമില്ല. നമ്മുടെ അഹിമന്റെ ജീവിതം ഇല്ലാതാക്കാൻ നോക്കുന്നവളാണ്. അഹിമന്റെ ജീവനാണ് എനിക്ക് മറ്റൊന്നിനേക്കാളും വലുത് എന്ന് പറഞ്ഞത് കേട്ട് വസുന്ധരയോട് ആനന്ദവർമ്മ ചോദിച്ചു, നീ എന്താ ഈ പറയുന്നത് വസു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് കേട്ടതും വസുന്ധര ആനന്ദവർമ്മയോട് പറഞ്ഞു, അന്ന് ആ ജ്യോത്സ്യം പറഞ്ഞത് ഓർമ്മയില്ലേ, അവരെ ഒരു വർഷം കഴിയാതെ ആ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ പാടില്ല എന്ന്. എന്നിട്ട് ഇപ്പോ എങ്ങനെയാണ് ശ്യാമ ഗർഭിണിയായത്? ശ്യാമ ആ പ്രവൃത്തി ചെയ്ത് ശരിയായില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഉടനെ തന്നെ വസുന്ധരയുടെ ആ വാക്കുകൾ കേട്ട് ആനന്ദവർമ്മ പറഞ്ഞു, ഒരു വർഷം കഴിഞ്ഞ് അവർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലെന്നല്ലേ? അതിനിപ്പോ അവർ വിവാഹ വർഷം കഴിഞ്ഞല്ലോ, പിന്നെന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ ഉടനെ വസുന്ധര പറഞ്ഞു, അല്ല, അന്ന് ആ ജ്യോത്സ്യം നോക്കിച്ച ആ ദിവസം മുതൽ ഒരു വർഷത്തേക്കാണ് എന്ന് പറഞ്ഞപ്പോ ആനന്ദവർമ്മ പറഞ്ഞു, എന്റെ വസു, ഇത്രത്തോളം ചീപ്പായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒന്നും ചെയ്യരുത്. ഇതൊക്കെ അന്ധവിശ്വാസങ്ങളല്ലേ? ഏതോ ഒരു ജ്യോത്സ്യം പറഞ്ഞു എന്ന് കരുതി ഇങ്ങനെയൊക്കെ അന്ധവിശ്വാസങ്ങൾ ഒഴിച്ചുപെടുത്തുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോ ഉടനെ ആ വാക്ക് കേട്ടതും ഉടനെ തന്നെ വസുന്ധരയോട് ആനന്ദവർമ്മ അങ്ങനെ പറഞ്ഞപ്പോ വസുന്ധര പറഞ്ഞു, ആനന്ദേട്ടാ, ഏതെങ്കിലും ഒരു ജ്യോത്സ്യനല്ല, മഹാപണ്ഡിതനായ ജ്യോത്സ്യനാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇന്നേ വരെ തെറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനിതൊരിക്കലും അനുവദിച്ചു തരില്ല. എനിക്കിതൊരിക്കലും ഉൾക്കൊള്ളാനും ആവില്ല. എന്റെ അഭിമാന്റെ ജീവിതമാണ് എനിക്ക് മറ്റെന്തിനേക്കാളും വലുത് എന്ന് പറഞ്ഞതും ആനന്ദവർമ്മ ചോദിച്ചു, എന്ന് പറഞ്ഞാൽ താൻ എന്താ ഈ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ മോന്റെ ജീവന് ഒരാപത്തും സംഭവിക്കാതിരിക്കാൻ ഞാൻ എന്തും ചെയ്യും എന്ന് ആനന്ദവർമ്മയോട് വസുന്ധര അറിയിച്ചു. ഈ സമയത്ത് തിരികെ വീട്ടിലെത്തിയ ശ്യാമ ആ സന്തോഷ വാർത്ത വീട്ടുകാരെ അറിയിക്കുമ്പോൾ അതെല്ലാം കേട്ട് വളരെ സന്തോഷത്തിലായി. ആ അവിടെയുള്ള എല്ലാവരും, പ്രത്യേകിച്ച് ദേവകിയും ഒപ്പം വാസുദേവനുമൊക്കെ വലിയ സന്തോഷത്തോടെ ആ ഒരു വാർത്ത അത്രത്തോളം അവരെ സന്തോഷിപ്പിക്കുകയും, ഇങ്ങനെ ഒരു സംഭവം, അതായത് ആ കുടുംബത്തേക്ക് ഒരു പേരക്കുട്ടി കൂടി വരാൻ പോകുന്നതിന്റെ സന്തോഷത്തിൽ എല്ലാവരും മനം മറന്ന് ആഹ്ലാദിച്ചു നിൽക്കുന്നു. ദേവകി ശ്യാമയോട് പറഞ്ഞു, എന്റെ പൊന്നുമോളെ, അമ്മയ്ക്ക് എത്രത്തോളം സന്തോഷമായെന്നറിയാമോ ഈ വാർത്ത കേട്ടപ്പോ എന്ന് പറഞ്ഞ് ശ്യാമയെ കെട്ടിപ്പിടിച്ച് ആ അമ്മ സന്തോഷം അറിയിച്ചു. ഇത് കണ്ട അവിടെ നിന്നിരുന്ന പാവം അപ്പൂനും ഒത്തിരിയേറെ സന്തോഷമായി. അപ്പോഴേക്കും ശ്യാമയെ കെട്ടിപ്പിടിച്ച് അങ്ങനെ സന്തോഷം പങ്കുവെച്ചിരിക്കുമ്പോൾ ദേവകിയുടെ അരികിലേക്ക് ദേവകി എന്ന് വിളിച്ചുകൊണ്ട് വാസുദേവൻ എത്തി. ഇത് പിടിച്ച ദേവകി എന്ന് പറഞ്ഞ് ആ പായസം വേഗം വാസുദേവൻ ദേവിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. മോള് ഇങ്ങനെ ഒരു വിശേഷം ഉണ്ടായെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടുത്തെ മേൽശാന്തിയോട് പറഞ്ഞ് മോൾക്ക് വേണ്ടി പ്രത്യേക വഴിപാട് കഴിപ്പിച്ചു. പ്രസാദം മോൾക്ക് തൊട്ടുകൊടുക്ക എന്ന് പറഞ്ഞ് പ്രസാദം തൊട്ടുകൊടുക്കുകയും ഭക്ഷണം കഴിക്കാനായി കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ പായസം കഴിച്ചുകൊണ്ട് അങ്ങനെ സന്തോഷത്തോടെ, ഇനി പ്രസാദം എല്ലാവരും തൊട്, അപ്പു മോനെ നീയും തൊട് എന്ന് പറഞ്ഞ് പ്രസാദം കഴിപ്പിക്കുകയും പിന്നെ എല്ലാവരും അത് തൊടുകയും കഴിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ശ്യാമ പറഞ്ഞു, അച്ഛാ, ഞാൻ എന്റെ നന്ദി എന്റെ കണ്ണോട് പോയി പറയട്ടെ എന്ന് പറഞ്ഞു. അതിനെന്താ, പോയി പറഞ്ഞിട്ട് വാ മോളെ എന്ന് പറഞ്ഞ് വേഗം കണ്ണനരികിലേക്ക് ശ്യാമയെ പറഞ്ഞയച്ചു. ശ്യാമ തന്റെ കണ്ണിന് മുന്നിലെത്തി തൊഴുത് പ്രാർത്ഥനയോടെ നിന്നു. എന്റെ കണ്ണ, എനിക്ക് ഇത്രയും വലിയ സന്തോഷം നീ തന്നല്ലോ. ഈ ശ്യാമയെ നീ എന്നും ഇതുപോലെ അനുഗ്രഹിക്കുകയാണല്ലോ, സന്തോഷങ്ങൾ നൽകി എന്ന് പറഞ്ഞ് ശ്യാമ സന്തോഷത്തോടെ നന്ദി അറിയിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ റൂമിലേക്ക് എത്തിയ ശ്യാമ, അല്ല, അഖിൽ സാർ ഇതോടെ പോയെന്ന് അതിശയത്തോടെ നോക്കി. അപ്പോഴേക്കും അഖിൽ പിന്നാലെ വന്ന് ശ്യാമയെ കെട്ടിപ്പിടിച്ചു. അതെ, എന്നെ ഒരു അച്ഛനാക്കാൻ പോവല്ലേ, ഞാനൊരു അച്ഛനായല്ലോ എന്ന് പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു, ആഹാ, അപ്പൊ പിന്നെ ഞാൻ അമ്മയായില്ലേ, ഞാൻ ആരായി എന്ന് ചോദിച്ചതും ഉടനെ അഖിൽ പറഞ്ഞു, ശ്യാമ അമ്മയും ഞാൻ അച്ഛനും അല്ലേ എന്ന് ചോദിച്ച ഉടനെ ശ്യാമ, ഒന്ന് പോ സാറേ എന്ന് പറഞ്ഞ് മാറിയിരിക്കുമ്പോൾ ശ്യാമയുടെ അരികിലേക്ക് എത്തി. അഖിൽ പറഞ്ഞു, അത്രയ്ക്ക് നാണോ ആയോ എന്ന് ചോദിച്ച് ശ്യാമയെ അഖിൽ ചേർത്ത് പിടിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷം പങ്കുവെച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ആനന്ദവർമ്മ കയ്യിൽ സ്വീറ്റ്സുമായിട്ട് നേരെ ആനന്ദ നിലയത്തിലേക്ക് എത്തി. മോളെ അമൃതേ എന്ന് വിളിച്ച് സന്തോഷത്തോടെ ആനന്ദവർമ്മ നിൽക്കുമ്പോൾ, ഇത് പിടിച്ചേ, ഇത് സ്വീറ്റ്സ് ആണ്, എല്ലാവർക്കും കൊടുക്ക, ആദിക്കും കുട്ടികൾക്കും എല്ലാം കൊടുക്കണം. അത് കേട്ട ഉടനെ, എന്താ വെച്ചാ, എന്താ ഇത്ര സന്തോഷത്തിന് കാര്യം? എന്താ അച്ഛൻ ഈ രാത്രി സ്വീറ്റ്സ് വാങ്ങിക്കാൻ പോയതാണോ? എന്താ, എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാതെ വരില്ലല്ലോ, എന്താ വെച്ചാ?
അപ്പോഴേക്കും അനന്തവർമ്മ ചോദിച്ചു, അപ്പൊ വസു മോളോടൊന്നും പറഞ്ഞില്ലേ? അമൃത നീ ഒന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഇല്ല ഇല്ല അച്ഛാ, എന്താ? നമ്മുടെ ശ്യാമ പ്രഗ്നന്റാ. അത് കേട്ട ഉടനെ അമൃത അതിശയത്തോട് ചോദിച്ചു, ശ്യാമ പ്രഗ്നന്റോ? സത്യമാണോ അച്ഛാ എന്ന് ചോദിച്ചതും, ആഹാ, ഞാനവിടുത്തെ വസു ഇത് മോളോട് പറഞ്ഞിട്ടുണ്ടാവുമെന്ന്. ഉടനെ അമൃത പറഞ്ഞു, ഇല്ലച്ചാ, എന്നോട് അമ്മയൊന്നും പറഞ്ഞില്ല. ആഹാ, അമ്മയെ ഇത് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ ഇത് നമുക്ക് എല്ലാവർക്കും എന്ന് അമൃത പറയുമ്പോ വസുന്ധര അവിടേക്ക് വന്നിട്ട് പറഞ്ഞു, എനിക്ക് അത്ര വലിയ സന്തോഷമുള്ള കാര്യമല്ല എന്ന് വസുന്ധര വലിയ ഗൗരവത്തോടെ അവരെ അരികിലേക്ക് എത്തി അറിയിച്ചു. അത് കേട്ട ഉടനെ വസുന്ധരയുടെ ആ സംസാരം കേട്ടതും ഉടനെ ആനന്ദവർമ്മ ആകെ സംശയത്തിൽ ഇങ്ങനെ വസുന്ധരയുടെ നേരെ നോക്കി. എന്താ വസു താനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോഴേക്കും അമൃതയും പറഞ്ഞു, അതേ അമ്മേ, കഴിഞ്ഞതൊക്കെ അമ്മ മറന്നു കള. ഇപ്പോ നമ്മുടെ അഖിയുടെ കുഞ്ഞ് ശ്യാമയുടെ വയറ്റിലുണ്ടല്ലോ. ശ്യാമ ചെയ്ത തെറ്റുകളൊന്നും ഇനി അമ്മ മനസ്സിൽ കൊണ്ട് നടക്കല്ലേ അമ്മ. ഇനിയെങ്കിലും ശ്യാമയോട് അമ്മ അകൽച്ച കാണിക്കരുത്. ഇത് നമുക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന കാര്യല്ലേ. ആ കുഞ്ഞ് ഈ വീട്ടിൽ ജനിക്കേണ്ടതല്ലേ? ഉടനെ ആനന്ദവർമ്മ പറഞ്ഞു, അതെ, ശ്യാമ നമ്മുടെ അഹിമോന്റെ ഭാര്യയാണ്. ശ്യാമ ഈ വീട്ടിലാണ് കഴിയേണ്ടത്. ശ്യാമ കുഞ്ഞിനെ പ്രസവിക്കേണ്ടതും ഈ വീട്ടിൽ വെച്ച് തന്നെയാണ്. അതുകൊണ്ട് താനൊരു കാര്യം ചെയ്യ വസു, താൻ ഇപ്പോൾ തന്നെ അഖിയെ വിളിച്ച് പറ അവരോട് ഇവിടേക്ക് വരാൻ. ശ്യാമയും കൂട്ടി അഖിയോട് ഇങ്ങോട്ട് വരാൻ പറ. അത് കേട്ട ഉടനെ അമൃതയും പറഞ്ഞു, അതെ അമ്മേ, അമ്മ വിളിച്ച് അഖിയോട് പറ ഇങ്ങോട്ട് ശ്യാമയും കൂട്ടിക്കൊണ്ട് വരാൻ. അമ്മ പറഞ്ഞാൽ അഖി കേൾക്കും എന്ന് വസുന്ധരയുടെ നിർബന്ധപൂർവ്വം ആനന്ദവർമ്മയും അമൃതയും മാറി മാറി പറയുന്നത് കേട്ട് അവസാനം വസുന്ധര ആലോചിച്ചു, ശരിയാണ്, ശ്യാമ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ താൻ ആഗ്രഹിച്ചതുപോലെ തന്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞേക്കും. ശ്യാമയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ തനിക്ക് സാധിച്ചേക്കും. എന്റെ അഹിമോന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചേക്കും എന്നുള്ള ഗൂഢലക്ഷ്യം മനസ്സിലോർത്തുകൊണ്ട് വേഗം വസുന്ധര തന്റെ മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് ഉടനെ തന്നെ അഖിലിന്റെ ഫോണിലേക്ക് വിളിച്ചു. അഖിൽ കോൾ എടുത്തതും ഹലോ അമ്മേ എന്ന് വിളിച്ച ഉടനെ വസുന്ധര പറഞ്ഞു, അഖി, ഞാൻ അങ്ങോട്ട് പറയുന്നത് നീ കേട്ട് അനുസരിക്കണം. ഉടനെ അഖി പറഞ്ഞു, അമ്മ കാര്യം പറ, എന്നിട്ടല്ലേ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നോക്കേണ്ടത് എന്ന് പറഞ്ഞതും വസുന്ധര പറഞ്ഞു, മോനെ, ശ്യാമ ഇപ്പൊ ഗർഭിണിയാണല്ലോ. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും ഇപ്പൊ തന്നെ കാണണം. നീ ശ്യാമയും കൂട്ടി ഇവിടേക്ക് വരണം. ഇനി ഇവിടെ കഴിഞ്ഞാൽ മതി. അത് കേട്ട ഉടനെ അഖി എന്ത് പറയണമെന്നറിയാതെ കുറച്ചേരം അങ്ങനെ ആലോചിച്ചിരുന്നു. ശ്യാമയെ ഇങ്ങോട്ട് ഉടനെ തന്നെ നീ കൂട്ടിക്കൊണ്ട് വരണം എന്ന് പറഞ്ഞ് വസുന്ധര ഫോൺ വെച്ചു. അതിനുശേഷം ആകെ സംശയത്തിലായ അഖി എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിൽക്കുമ്പോൾ ആനന്ദവർമ്മയും അമൃതയും വലിയ സന്തോഷത്തിലായി. കണ്ടില്ലേ മോളെ, വസു അവസാനം വസുവിന്റെ കടുംപിടുത്തത്തിൽ നിന്ന് പിന്മാറിയത്. അപ്പോഴേക്കും അമൃത പറഞ്ഞു, അച്ഛാ, എന്തായാലും ഒരു പേരക്കുട്ടി വരാൻ പോവല്ലേ. ഒരു കുഞ്ഞിന്റെ മുത്തശ്ശി കൂടിയാകാൻ പോകുന്നതിന്റെ സന്തോഷം അമ്മയുടെ മനസ്സിലില്ലാതിരിക്കോ? അതും അഖിയുടെ. അതുകൊണ്ട് അമ്മയുടെ മനസ്സ് മാറും അച്ഛാ എന്ന് അമൃതയും സന്തോഷത്തോടെ അറിയിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും വലിയ സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് അശ്വതി തിരിച്ച് തന്റെ ആ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയത്. അവിടെ വന്ന് ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അവിടേക്ക് വന്ന് ആ സെക്യൂരിറ്റി വന്ന് ചോദിച്ചു, നീ തിരിച്ചിങ്ങോട്ട് വന്നല്ലേ? ഞാൻ അന്നേരം ഇതിനോട് പറഞ്ഞല്ലായിരുന്നു പെണ്ണെ, എന്നോട് നീ സഹായിച്ചിരുന്നെങ്കിൽ ഞാൻ ആ പോലീസിനെ വിളിച്ച് പറയത്തില്ലായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. നിനക്കിവിടെ എന്ത് കുഴപ്പമായിരുന്നു ഉണ്ടാകുന്നത്? നിനക്കൊരു കാമുകൻ ഉണ്ടായിരുന്നല്ലോ, എവിടെ അവൻ എന്ന് ചോദിച്ചതും ആ നിമിഷം സെക്യൂരിറ്റിയുടെ കർണത്തിനിട്ട് തല്ലി കിട്ടി. നിനക്ക് കാമുകനെ കാണണം അല്ലേടാ എന്ന് ചോദിച്ചതും ഉടനെ അയാൾ പറഞ്ഞു, അയ്യോ അയ്യോ സാറേ, തല്ലല്ലേ. അപ്പോഴേക്കും അയാളെ ഇടിക്കുകയും തല്ലുകയും അയാളുടെ കർണത്തിനിട്ട് വീണ്ടും വീണ്ടും തല്ലും ഇടിയും ചവിട്ടും ഒക്കെ കൊടുക്കുന്നു. അരുൺ അതെല്ലാം കൊടുത്തതും അയ്യോ സാർ, എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് അയാൾ അവിടുന്ന് ജീവനും കൊണ്ട് ഓടി. അപ്പോഴേക്കും അയാൾക്കിട്ട് അരുൺ തല്ലുന്നത് കണ്ടതും അയാൾ ഭയന്ന് അവിടുന്ന് ഓടിപ്പോകുന്നത് കണ്ടതും ശ്രീകുട്ടിയെ കൈയടിച്ച് സന്തോഷത്തോടെ ഉണർന്നു. അരുൺ അയാൾ അടിച്ചോടിച്ച് കഴിയുമ്പോഴേക്കും അശ്വതി അരുണിനെ നോക്കി. അശ്വതിയുടെ കയ്യിലേക്ക് അരുൺ കടന്നു പിടിക്കുകയും ആ കൈകൾ ചേർത്ത് പിടിച്ച് അരുൺ അശ്വതിയെ തന്നെ കണ്ണിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ശ്രീകുട്ടി അവിടെ കൈകൊട്ടി സന്തോഷത്തോടെ നിൽക്കുന്നത് കണ്ടു. ഉടനെ ശ്രീകുട്ടി വേഗം അങ്കിൾ എന്ന് വിളിച്ച് അരികിലേക്ക് വന്നു. അശ്വതി വേഗം വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വരാനായി രണ്ടുപേരോടും പറയുന്നു. രണ്ടുപേരും റൂമിലേക്ക് കയറി പോകുന്നു. ഈ സമയത്ത് വസുന്ധര ആദിയുടെ റൂമിലേക്ക് എത്തി വാതിൽ മുട്ടി. അമൃത, ആദി എന്ന് വിളിച്ചതും അമൃത വേഗം വന്ന് വാതിൽ തുറന്ന ഉടനെ എന്താമേ, എന്താ കാര്യം എന്ന് വസുന്ധരയോട് അമൃത അന്വേഷിച്ചു. ഉടനെ വസുന്ധര പറഞ്ഞു, മോളെ, എനിക്ക് ആദിയോട് തനിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞു. അതിനെന്താമേ, സംസാരിച്ചോ എന്ന് പറഞ്ഞ് അമൃത വേഗം അകത്തേക്ക് പോയി. ആദി വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്താമേ, എന്താ കാര്യം എന്ന് ആദി ചോദിച്ചതും വസുന്ധര പറഞ്ഞു, മോനെ, അരുൺ അശ്വതിയെ കണ്ടു. ശ്രീകുട്ടി അവന്റെ മകളാണെന്നുള്ള സത്യം അവൾ മനസ്സിലാക്കി എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ ആദിത്യം പറഞ്ഞു, അമ്മേ, ഇത് ഞാൻ അറിഞ്ഞിട്ട് കുറെ നാളായി. ഞാൻ അമ്മയോട് ഇക്കാര്യം പറയാതിരുന്നത് മനഃപൂർവ്വം തന്നെയാ. അമ്മയോട് ഇക്കാര്യം പറഞ്ഞ് അമ്മയെ കൂടെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി. ഉടനെ തന്നെ ആദിത്യനോട് ചോദിച്ചു, എന്നെ വിഷമിപ്പിക്കാതിരിക്കാനോ? പക്ഷെ അവരങ്ങനെ അടുക്കുന്നത് ശരിയാണോ ആദി? അവരെ അങ്ങനെ അടുക്കാൻ നമുക്ക് അനുവദിച്ചുകൂടാ. ഇതിനു വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് അഖിയും ഐശ്വര്യ ആ ശ്യാമയും കൂടിയാണ്.
അശ്വതിയെ അരുണുമായി കൂട്ടി യോജിപ്പിച്ചതും. ഇതെല്ലാം കേട്ടതും അരുൺ പറഞ്ഞു ആദി പറഞ്ഞു, അമ്മേ ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? അരുണിനെ തടയണമെന്നാണ് അമ്മ പറയുന്നത്. അവൻ ആദ്യമായി താലി കെട്ടിയ അവന്റെ ഭാര്യയായ അശ്വതിയെയും കുഞ്ഞിനെയും ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറയണോ? എന്ത് പറയണമെന്ന് അമ്മ പറയുന്നത്? ഞാനത് പറഞ്ഞാൽ അവൻ അനുസരിക്കുവോ? അമ്മേ, എനിക്ക് അവനെ ഒരിക്കലും താക്കീത് ചെയ്ത് നിർത്താനാവില്ല അമ്മേ. പലപ്പോഴും ഞാൻ ഉപദേശിച്ചതാണ് എന്ന് പറഞ്ഞതും വസുന്ധര പറഞ്ഞു, ഈ വീടിനെ ഈ അവസ്ഥയിലാക്കിയത് ആ ശ്യാമ ഒറ്റയിരുത്തിയാ. ശ്യാമയ്ക്ക് ഞാൻ ഇതിനുള്ള ശിക്ഷ കൊടുക്കുന്നുണ്ട്. വരട്ടെ, അവളെ എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം എന്നെല്ലാം പറഞ്ഞ് വസുന്ധര അങ്ങനെ നിൽക്കുമ്പോഴേക്കും അരുൺ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയെത്തി. അരുൺ വീട്ടിലേക്ക് എത്തി ആ ഡൈനിങ് ടേബിളിൽ അങ്ങനെ ഇരിക്കുമ്പോ ഓരോന്നും ആലോചിച്ച് അവിടെ ഇരിക്കുമ്പോ അവിടേക്ക് വന്ന് ഐശ്വര്യ അരുണിന്റെ ഷർട്ടിലുള്ള കുങ്കുമത്തിന്റെ പൊട്ട്, ആ സിന്ദൂരം പറ്റിപ്പിടിച്ചിരിക്കുന്നത് ഐശ്വര്യ ശ്രദ്ധിച്ചു. അരുൺ വേഗം എഴുന്നേറ്റതും ഐശ്വര്യ ചോദിച്ചു, അരുൺ ഇതെന്താ അരുൺ? അരുണിന്റെ ഷർട്ടിൽ എന്തായി പറ്റിയത്? അരുൺ എവിടെയായിരുന്നു ഇത്രയും നേരം? അപ്പോഴേക്കും അരുൺ പറഞ്ഞു, ഞാൻ ഞാൻ പുറത്തു പോയതാ. ഈ ഷർട്ടിൽ എന്താ പറ്റിയത് എന്ന് ഐശ്വര്യ ചോദിച്ചതും, എന്ത് പറ്റാൻ, ഇതിന്റെ ഷർട്ട് അല്ലാതെ എന്താ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇതെന്താന്നാ ചോദിച്ചത്. അതെന്തോ പറ്റിപ്പിടിച്ചതാ എന്ന് പറഞ്ഞപ്പോഴേക്കും, എന്തോ പറ്റിപ്പിടിച്ചതല്ല, ഇത് സ്ത്രീകൾ തൊടാറുള്ള സിന്ദൂരമാണത്, എനിക്കറിയാം, ഇത് സിന്ദൂരമാണ് എന്ന് പറഞ്ഞ് ഐശ്വര്യ ബഹളം വെക്കുമ്പോൾ ആനന്ദവർമ്മയും വസുന്ധരയും വീട്ടിലേക്ക് മടങ്ങിയെത്തി. അവർ രണ്ടുപേരും ഇവിടെ നിൽക്കുമ്പോൾ അരുണിനെ ഐശ്വര്യ ചോദ്യം ചെയ്യുന്നത് ആനന്ദവർമ്മയും വസുന്ധരയും കാണാനിടയാകുന്നു. അരുണിനെ വീണ്ടും വീണ്ടും ഐശ്വര്യ ചോദ്യം ചെയ്തുകൊണ്ടേയിരുന്നു. ഐശ്വര്യയുടെ അരുൺ പറഞ്ഞു, മാറി നിൽക്ക ഐശ്വര്യ, എനിക്ക് പോണമെന്ന് പറഞ്ഞതും എനിക്ക് അറിഞ്ഞേ പറ്റൂ, ഇത് ആരുടെയാണ്, ഇതെങ്ങനെ അരുണിന്റെ ഈ ഷർട്ടിൽ വന്നു എന്ന് പറഞ്ഞതും അരുൺ പറഞ്ഞു, ഐശ്വര്യ ഞാനൊക്കെ സമനില തെറ്റി നിൽക്കുക, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ മാറി നിൽക്ക എന്ന് പറഞ്ഞതും ഐശ്വര്യയെ തല്ലാനായി അരുൺ വീണ്ടും കൈ ഉയർത്തിയതും വസുന്ധര ഐശ്വര്യയുടെ നേരെയുള്ള അരുണിന്റെ കൈ തടഞ്ഞു നിർത്തി. അരുൺ, നീ എന്താ ഈ ചെയ്യുന്നത്? മാറി നിൽക്കട അങ്ങോട്ട് എന്ന് പറഞ്ഞ് അരുണിനെ താക്കീത് ചെയ്തു. അരുൺ ആകെ കലിയോടെ വസുന്ധരയെ നോക്കിയിട്ട് അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോ, അമ്മ കണ്ടില്ലേ അരുണിന്റെ ഈ ഷർട്ടിലിരിക്കുന്നത്? ഇത് സ്ത്രീകളുടെ സിന്ദൂരമാണ്, ഇതെങ്ങനെ അരുണിന്റെ ദേഹത്ത് പറ്റിയെന്ന് എനിക്ക് അറിയണം എന്ന് പറഞ്ഞതും വസുന്ധര പെട്ടെന്ന് ആലോചിച്ചു. അന്ന് അവിടുന്ന് അശ്വതിയെ രക്ഷിക്കുന്ന സമയത്ത് അശ്വതി വേഗം അരുണിന്റെ അരികിലേക്ക് ഓടിച്ചെന്ന് അരുണിനെ കെട്ടിപ്പിടിച്ച കാര്യം ഓർത്തതും പെട്ടെന്ന് അരുൺ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് നേരെ റൂമിലേക്ക് പോന്നു. അരുൺ എനിക്കൊന്നുള്ള മറുപടി കിട്ടിയേ തീരൂ എന്ന് പറഞ്ഞതും ഐശ്വര്യ വീണ്ടും അരുണിന്റെ പിന്നാലെ പോകാൻ തുടങ്ങുമ്പോൾ വസുന്ധര പറഞ്ഞു, മോളെ നീ സമാധാനപ്പെട്, എല്ലാത്തിനും ഞാൻ പരിഹാരം ഉണ്ടാക്കാം, എന്താ അതുപോലെ എന്ന് ചോദിച്ചതും ഉടനെ ഐശ്വര്യ പറഞ്ഞു, അപ്പോ എന്തോ പ്രശ്നമുണ്ടെന്ന് അമ്മയും സമ്മതിച്ചു അല്ലെ എന്ന് ഐശ്വര്യ ചോദിച്ചതും, മോളെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നോക്കിക്കോളാം, നീ സമാധാനപ്പെട് എന്ന് പറഞ്ഞ് ഐശ്വര്യയെ സമാധാനിപ്പിക്കാനായി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഐശ്വര്യയുടെ ആ സംശയത്തെ ഇല്ലാതാക്കാനായി വസുന്ധര ശ്രമിക്കുന്നു.